ഏത് പ്രശ്നത്തിനും ഏത് പ്രതിസന്ധിയും ഏത് സമസ്യത്തിനും എല്ലാത്തിനും പരിഹാരമായിരിക്കുന്നത് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുക. അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ഇന്നല്ലാഹ വക്കല ബിഖബിലി. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, ഇന്നല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹു വക്കല ബിഖബിലി മലക്കൻ, തന്റെ മുട്ട തന്റെ കബറിലെ മുട്ട ഒരു മലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചറ, ആക്കിട, സൃഷ്ടിച്ചറ. അൽഫാഹുല്ലാഹു അസ്മാൽ ഹലായിക. ആ മലക്കുട്ട ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെ പേര് അള്ളാഹു ചൊന്നുകൊടുത്തു. ഇന്നത്തെ പേര് മാത്രമല്ല, ആര് പോന്നു ആ പേര് ആര് അപ്പറ് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിന് തിരിക്കാട്ടി കൊടുത്തു. മാത്രമല്ല, സമിയൽ ഹലായിക കുല്ലഹ, എല്ലാ മനുഷ്യന്മാരുടെ ശബ്ദത്തെ കേൾക്കണമെങ്കിൽ കഴിവ് ആ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഇത് ചൊല്ലി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ അലാ ഖബ്രി ഇലാ യൗമിദ്ദീൻ. ഖിയാമത്ത് നാളത്തോളം ആ മലക്ക് അവിടെ നിൽക്കും. ധാരന്തര മലക്കുകൾ സ്വറയില്ല. എന്തിനെങ്കിലും ആ മലക്കുടെ സ്വറ ഫലാ യുസല്ലി അലൈ അഹദുൻ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരാളും തന്റെ മേൽ സ്വലാത്ത് ചൊല്ലല ഇല്ലാ ബലഗനി. ആ മലക്ക് തന്റെ എത്തുപാറ്റിട്ടല്ലാട്ട് ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും സ്വലാത്ത് ചൊന്നെങ്കിൽ ആ സ്വലാത്തിന് തന്റെ എത്തുപാട്ട്. എങ്ങനെ എത്തുപാട്ട്? ബിസ്മിഹി വൈസ്മി അബീഹി. ആ ചൊന്നാലെ പേരും ആ ചൊന്നാലെ അപ്പന് പേരും തന്റെ ചൊല്ലു. ആദാ ഫുലാനുബിന് ഫുലാൻ, ഇത് ഇന്നാലെ മോണു ഇന്നാലെ അബ്ബായിപ്പിക്കണിത് കത് സല്ലൈക നബി. നിങ്ങളുടെ ഒരു സ്വലാത്ത് ചൊല്ലുകൊണ്ട് തന്റെ തിരിപ്പാട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. ലോകത്ത് ഏത് ജാഗിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആരോഗ്യമേക്കോ അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്തുപാട്ടനകത്തൊരു മലക്കുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിയുടെ ചൊല്ലി ജീവിതത്തിൽ ഒരിക്കലും കളവ് ചൊല്ലാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. അപ്പൊ ആ നബിയുടെ ദിവസത്തെ ഒരു ഭാഗമായിരിക്കും ഈ സ്വലാത്ത്. നല്ല ഊടുകച്ചിരുന്ന സ്വലാത്ത് ഓരോരുത്തരും അതിൽ മറക്കുകയില്ല, അതിൽ തപ്പുകയില്ല. കാരണം മലക്കു ചൊല്ലുന്ന അങ്ങനെ സ്വറ ഞാൻ ചൊല്ല എത്രമാ കോടി മലക്കുകളുണ്ട് ചൊല്ല. അവർ ഓരോരുത്തരും ഒരു സ്വരമുണ്ട്. ആ സ്വരാണ്ട് വേറെ സ്വരം അത് പച്ചയിലില്ല, അവർക്ക് ഉറക്കില്ല, അവർക്ക് വികാരമില്ല, അത് തിന്നണില്ല, അത് കുടിക്കണമില്ല. അങ്ങനത്തെ ഒരു ആത്മാവായിട്ട് അങ്ങനത്തെ ഒരു സൃഷ്ടിയായിട്ടിങ്ങനെ മലക്കുണ്ട്. ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് പറ്റൂ, ഞങ്ങൾക്ക് ഉറക്കപ്പെടും, ഞങ്ങൾക്ക് ഉദാസീനാവും. പക്ഷെ മലക്കുകളാണ് എന്ത് ഭക്ഷണം ചൊല്ലരുത്, തിന്നിന് ചൊല്ലരുത്, ഉറക്കം ചൊല്ലരുത്, വികാരം ചൊല്ലരുത്, മറവി ചൊല്ലരുത്, തപ്പ് ചൊല്ലരുത്. ഞങ്ങൾക്കൊന്നാവല തപ്പുകൾ നമുക്ക് പറല്ല. അങ്ങനത്തെ ഒരു മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്റെ മേൽ ആളുകളെ സ്വലാത്ത് ചൊല്ലുള്ളൂ. ചൊന്നുകാലം എത്തുമാറ്റം മാത്രം കണ്ടിട്ട ഒരു മലക്ക് തന്റെ കബറിൽ കൊണ്ട് അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട് ചൊല്ലി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബിയുടെ ഒരു സ്വലാത്ത് ചൊല്ലുന്ന ഒരു ചെറിയൊരു സമയത്തിൽ എനിക്ക് ഭയങ്കര ഖുശിയായ ഒരു ദിവസത്തെ ഒരു ഭാഗ നാളെ ആഖിറത്തിൽ അവർക്ക് ശഫാഅത്താക്കലായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. അക്കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ, ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സ്വലാത്തിന്റെ മജ്‌ലിസ് എവിടെ സ്വലാത്തിനെങ്കും അത് പള്ളിയിലായെങ്കും വേദമോത്തായെങ്കും എവിടെ സ്വലാത്തിന്റെ മജ്‌ലിസ് ഉണ്ട് അവിടെ സ്വലാത്ത് മജ്‌ലിസ് കൂടുന്നു. സ്വലാത്തുകൾ മഹത്വകാര, മജ്‌ലിസുകൾ മഹത്വകാര. ഒരു 40 ആൾ ഇന്ന് ജാഗ്രത ഒരു വലിയുണ്ട്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു 40 ആണ്ട് ഈ 6 ആളുണ്ട്. പക്ഷെ ഒരു വലിയില്ല. ആര് വലിയ കൂട്ടുന്നത്? അല്ലാഹു റസൂലിന്റെ ഒരു വലിയുണ്ട്. 40 ആളുകൾ ജാഗ്രത ഒരു വലി അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത ഒരാൾ ഉണ്ട്. പക്ഷെ ആൾക്ക് ചോറുണ്ടാവില്ല. ആ സദസ്സിൽ നിന്ന് ദുആന്നിട്ട് അയാൾ ആമീൻ ചൊല്ലിക്ക് ആ സദസ്സിൽ ആ ദുആ കുട്ടമുണ്ടുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി മജ്‌ലിസ് അവർ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും
മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ ഭാര്യ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നാം ചെയ്യുന്ന ജോലികളിലും കച്ചവടങ്ങളിലും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ.